ഹലോ മിഗൂസ്, നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ കുറേ നാളുകൾക്ക് ശേഷമാണ് കേട്ടോ ഞാനൊരു ലോങ് വീഡിയോ പോസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ കോളേജിൽ നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂഷനിൽ ഇന്ന് ഓണം സെലിബ്രേഷനാണ്. അപ്പോൾ നമ്മൾ ഇൻസ്റ്റിറ്റ്യൂഷനിൽ വെച്ചല്ല, നമ്മൾ പുറത്തൊരു ഹോട്ടലിൽ വെച്ചാണ്. നമ്മൾ കലൂർ വേദാന്ത എന്ന് പറഞ്ഞൊരു ഹോട്ടലിൻ്റെ ഹോളാണ് നമ്മൾ ബുക്ക് ചെയ്തത്. അപ്പോൾ നമുക്ക് ഓണാഘോഷമൊക്കെ ഒന്ന് കണ്ടിട്ട് വന്നാലോ. അപ്പോൾ അതേ കുട്ടികളൊക്കെ ഇവിടെ രാവിലെ വന്നിട്ടുണ്ട്. അപ്പോൾ അവർ വന്നാലും തന്നെ ഞാനും നേരത്തെ എത്തിയിട്ടോ. അപ്പോൾ അതേ അവരുടെ പൂക്കളൊക്കെ ഇടാനായിട്ടൊന്ന് ഹെൽപ്പ് ചെയ്യണം. അപ്പോൾ പിള്ളേരൊക്കെ വന്ന് തുടങ്ങിയിട്ടേ ഉള്ളൂ. നമ്മൾ രാവിലെ 9 മണിക്കാണ് പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യണം. അപ്പോൾ ഇവരൊക്കെ 7:30-8 മണിയൊക്കെ ആയപ്പോഴേക്കും ഓരോ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ അവരോട് നമുക്കും കൂടാം. അപ്പോൾ നമുക്ക് ഓണവിശേഷങ്ങളൊക്കെ കണ്ടാലോ, വരൂ. സത്യം പറഞ്ഞാൽ ഈ കുട്ടികളുടെ കൂടെയൊക്കെ പൂക്കൾ ഇട്ടപ്പോൾ എനിക്ക് എൻ്റെ കോളേജ് ലൈഫും എൻ്റെ സ്കൂൾ ലൈഫൊക്കെയാണ് കേട്ടോ ഓർമ്മ വന്നത്. കുറേ വർഷങ്ങൾക്ക് ശേഷമാണ് ഇങ്ങനെ ഒരു വലിയ പൂക്കൾ ഇടാനായിട്ട് പിള്ളേർ ഹെൽപ്പ് ചെയ്യണതും. പണ്ടൊക്കെ നമ്മൾ പഠിച്ച സമയത്തൊക്കെ പൂ നന്നാക്കാനും പൂക്കൾ ഇടാനൊക്കെ മുൻപന്തിയിൽ നിന്നായിരുന്നു. കുറേ നാളുകൾക്ക് ശേഷമാണ് എനിക്ക് അതിനൊരു അവസരം കിട്ടിയത്. അപ്പോൾ അതേ പിള്ളേരൊക്കെ വന്ന് തുടങ്ങിയിട്ടോ നമ്മുടെ സെലിബ്രേഷൻ ടൈം ആയപ്പോഴേക്കും. അപ്പോൾ ഇന്ന് ഒരുപാട് പരിപാടികളൊന്നും ഗ്രാൻഡായിട്ടൊന്നും ഇല്ലെങ്കിൽ നമ്മൾ ചെറിയ ചെറിയ ഗെയിംസൊക്കെ കുട്ടികൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് പരിപാടിയൊക്കെ ഒന്ന് കണ്ടിട്ട് അപ്പോൾ നമ്മുടെ സ്റ്റുഡൻസിൻ്റെ സ്റ്റേജ് പെർഫോമൻസ് മാത്രമല്ല, ഒരുപാട് ഗെയിംസ് അവർ സെറ്റ് ചെയ്തിട്ടുണ്ടായി. അപ്പോൾ സുന്ദരിക്ക് പൊട്ടുവിടൽ നമ്മളെ ഓരോ സ്റ്റുഡൻസിനെ മാറ്റി മാറ്റി അവർ ഇതേ സുന്ദരിക്കൊക്കെ പൊട്ടുപിടിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ നല്ല ആക്റ്റീവായിട്ടുള്ള പിള്ളേരാണ് എല്ലാം. അവർക്ക് മാത്രമല്ല നമ്മളെയും അവർ സ്റ്റേജിലേക്ക് വിളിച്ചത്. അപ്പോൾ ടീച്ചേഴ്സിന് അടക്കം പറഞ്ഞാൽ അവർ ഓരോരോ ഗെയിംസ് സെറ്റ് ചെയ്തേക്കണം. അപ്പോൾ സത്യം പറഞ്ഞാൽ നല്ല കോമഡി ആയിരുന്നു. ഒരുപാട് സമയം നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റി. ചിരിച്ചിരിച്ച് സത്യം പറഞ്ഞാൽ ഒരു വഴിയായി സെലിബ്രേഷൻ കഴിഞ്ഞ് വീട്ടിലെത്തിയപ്പോഴേക്കും. അപ്പം നമുക്ക് ടീച്ചേഴ്സിനെ ട്രോൾ തന്നെയാണ് അവരുടെ മെയിൻ പരിപാടി. അപ്പോൾ എല്ലാ ടീച്ചേഴ്സിനെയും അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ അവർ ഗെയിംസിലൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മുടെ ഓരോരോ ടീച്ചേഴ്സ് ഓരോ പ്രോഗ്രാംസിൽ ഇതേ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ഹണി റോസിനെയാണ് കേട്ടോ ഇവന്മാർ ഫോട്ടോസൊക്കെ സെറ്റ് ചെയ്തത് സുന്ദരിക്ക് പൊട്ടുവിടാൻ വേണ്ടിയിട്ട്. അങ്ങനെ നമ്മുടെ കോളേജിലുള്ള ടീച്ചേഴ്സും അല്ലാണ്ട് തന്നെ നോൺ ടീച്ചിങ് സ്റ്റാഫും എല്ലാവരും ഇവർ ഒരു ഗെയിംസിലൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടായി. അത് കാരണം തന്നെ നമുക്ക് ആർക്കും ഒരു ബോറടിയും കാര്യങ്ങളൊന്നും ഉണ്ടായില്ല കേട്ടോ. പിള്ളേരുടെ കൂടെ തന്നെ നമ്മളെയും എല്ലാത്തിലും അവർ ഇൻക്ലൂഡഡ് ആക്കിയിട്ടുണ്ടായിരുന്നു. ഏറ്റവും അടിപൊളിയത് ഈ പ്രപ്പോസിങ് ഗെയിമാണ് കേട്ടോ. എനിക്കൊരു പൂവൊക്കെ കിട്ടി, ഒന്നല്ല 2-3 പൂവൊക്കെ കിട്ടി. ഞാൻ ഭയങ്കര സർപ്രൈസ്ഡ് ഒക്കെ ആയി പോയിട്ടോ. അപ്പോൾ എല്ലാ ഗെയിംസും നല്ല അടിപൊളിയായിരുന്നു.
ഇത് ഇവിടെ തന്നെയാ കളിക്കണം. ഓക്കെ ഇനി ആഴ്ച സ്വന്തം ബാറ്റിൽ കൊടുക്കാൻ കിട്ടില്ല പറ്റത്തില്ല. ഓക്കെ ശ്രേയസിലാണ് അങ്ങനെ പ്രോഗ്രാംസ് ഒക്കെ കഴിഞ്ഞ് ഏകദേശം നമ്മുടെ പിള്ളേർ ഗെയിംസൊക്കെ കളിച്ച് ക്ഷീണിച്ചപ്പോൾ നമ്മൾ ഓണസദ്യ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളിവിടെ ഹോട്ടൽസ് തന്നെയാണ് നമുക്ക് അറേഞ്ച് ചെയ്തത്. നമുക്ക് ഫുഡ് ഉൾപ്പെടെയായിരുന്നു നമ്മൾ ഹോട്ടലിൽ ബുക്ക് ചെയ്തത്. അപ്പോൾ നല്ല അടിപൊളി സദ്യയായിരുന്നു കേട്ടോ, ഒന്നും പറയാനില്ല. അടിപൊളി എന്ന് പറഞ്ഞാൽ 3 കൂട്ടം പായസമൊക്കെ ഉള്ള അടിപൊളി ഓണസദ്യയാണ് നമുക്ക് അവർ പ്രൊവൈഡ് ചെയ്തിരുന്നത്. അപ്പോൾ നമ്മൾ രാവിലെ കളിച്ച കുറേ ഗെയിംസിനുള്ള പ്രൈസസും കാര്യങ്ങളൊക്കെ നമ്മുടെ സാറ് കുട്ടികൾക്ക് കൊടുക്കുകയാണ്. അതിനുശേഷം നമ്മൾ കസേരകളി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് കസേരകളൊക്കെ ഒന്ന് കണ്ടാലോ. അങ്ങനെ എല്ലാ പരിപാടിയും കഴിഞ്ഞിട്ട് എല്ലാ പിള്ളേരും സ്റ്റേജിൽ കയറിയിട്ടുണ്ട് കേട്ടോ, അടിച്ചു പൊളിക്കാൻ വേണ്ടി. ലാസ്റ്റ് എന്നെ അവന്മാർ തുടിച്ചിട്ടുണ്ട്. അങ്ങനെ നമ്മൾ ഓണം സെലിബ്രേഷനൊക്കെ നല്ല കാര്യമായിട്ട് അടിച്ച് പൊളിച്ചിട്ടുണ്ട്. അങ്ങനെ കുട്ടികൾക്ക് വെക്കേഷൻ കഴിഞ്ഞ് 10 ദിവസം കഴിഞ്ഞിട്ട് എല്ലാവർക്കും കോളേജിലേക്ക് വന്നാൽ മതി. അപ്പോൾ ഞാനും നല്ല രീതിയിലായിട്ട് അടിച്ച് പൊളിച്ചു കേട്ടോ. അപ്പോൾ കുറേ നാളുകൾക്ക് ശേഷമാണ് ഞാൻ എൻ്റെ ചാനലൊരു ലോങ് വീഡിയോ അപ്ലോഡ് ചെയ്യണത്. അപ്പോൾ തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യുക. ഇപ്പോഴും നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനാണ് കാണണമെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് വേഗം വരാം. പിന്നെ നമ്മുടെ വീഡിയോനെ പറ്റിയ അഭിപ്രായങ്ങളൊക്കെ നിങ്ങൾ എന്തായാലും തീർച്ചയായിട്ടും ഒന്ന്
കമൻറ്റ് വഴി എന്നെ അറിയിക്കാം. എന്നാൽ മാത്രമാണല്ലോ എനിക്ക് എൻ്റെ വീഡിയോസിൽ എന്തൊക്കെ മാറ്റങ്ങൾ വരുത്തണമെന്ന് അറിയാൻ പറ്റുള്ളൂ. അപ്പോൾ തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് വേഗം വരാം. എല്ലാവരും സേഫായിട്ടിരിക്കുക. അപ്പോൾ കുട്ടികൾക്കൊക്കെ ഇപ്പോൾ വെക്കേഷനൊക്കെ തുടങ്ങിയിരിക്കുകയാണ്. അപ്പോൾ കുട്ടികളൊക്കെ വീട്ടിൽ നല്ല സേഫായിട്ടിരിക്കുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് വേഗം വരാം. ബൈ.